ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചത് വെർച്വൽ ടീച്ചർ സിഡികൾ ഉപയോഗിച്ചാണ്. ഇത്ര എളുപ്പത്തിൽ മറ്റൊരു വിദ്യ കൊണ്ടും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിക്കാനാവില്ല. കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി നമുക്ക് പ്ലോട്ട് ഓപ്ഷനെ പരിചയപ്പെടാം. പ്ലോട്ട് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു പ്രിന്റിന് വേണ്ടി ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഒരു ഓട്ടോകാഡ് ഡ്രോയിങ്ങിനെ പ്രിന്റ് നൽകി ഔട്ട്പുട്ട് എടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്ലോട്ട് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. പ്രിന്റ് എന്ന വാക്കിന്റെ മറ്റൊരു പേരാണ് പ്ലോട്ട്. ഇനി പ്ലോട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. അതിന് ഇവിടെ പ്ലോട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പ്ലോട്ട് മോഡൽ എന്ന ഡയലോഗ് ബോക്സ് ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നതായി കാണാം. ഇവിടെ ആദ്യം കാണുന്ന ഓപ്ഷനാണ് പേജ് സെറ്റപ്പ്. ഇവിടെ നെയിം എന്ന ഈ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രീവിയസ് പ്ലോട്ട്, ഇമ്പോർട്ട് എന്നീ ഓപ്ഷൻസ് കാണാവുന്നതാണ്. പ്രീവിയസ് പ്ലോട്ട് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാൽ ലാസ്റ്റ് നമ്മൾ ഇവിടെ ഡോക്യുമെന്റിൽ ഉപയോഗിച്ച പ്രിന്റ് ഔട്ട് സെറ്റിംഗ്സ് ഇവിടെ ഉപയോഗിക്കുന്നതായിരിക്കും. ഇവിടെ ഇമ്പോർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഡോക്യുമെന്റിന്റെ പ്രിന്റ് അല്ലെങ്കിൽ പേജ് സെറ്റപ്പ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ പ്രിന്റർ ഓർ പ്ലോട്ടർ സെക്ഷനിൽ നിന്നും പ്രിന്ററിന്റെ നെയിം നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് നൽകാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ സിസ്റ്റവുമായി കണക്റ്റഡ് ആയിരിക്കുന്ന എല്ലാ പ്രിന്റേഴ്സും ലിസ്റ്റഡ് ആവുന്നതായിരിക്കും. ഇവിടെ നിന്നും ഒരു പെർട്ടിക്കുലർ പ്രിന്റർ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് പ്രിന്റ് നൽകാവുന്നതാണ്. ഇവിടെ പേപ്പർ സൈസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഇന്റർനാഷണൽ പേപ്പർ സൈസ് ഇവിടെ നിന്നും ചൂസ് ചെയ്ത് ആ ഒരു സൈസിൽ പ്രിന്റ് ഔട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമുക്കിപ്പോൾ ISO A4 എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന സെക്ഷനാണ് പ്ലോട്ട് ഏരിയ. നിങ്ങൾ പ്രിന്റിന് നൽകുന്ന ഏരിയയാണ് പ്ലോട്ട് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ വാട്ട് ടു പ്ലോട്ട് എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്താൽ വിൻഡോ, ഡിസ്പ്ലേ, എക്സ്റ്റൻസ്, ലിമിറ്റ്സ് എന്നീ ഓപ്ഷൻസ് കാണാവുന്നതാണ്. ഇവിടെ ഡിസ്പ്ലേ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾ പ്രിന്റിന് നൽകുകയാണെങ്കിൽ ഇവിടെ ഡിസ്പ്ലേ ആയി കാണുന്ന സെക്ഷൻ പ്രിന്റ് ഔട്ട് ആയി വരുന്നതായിരിക്കും. ഇവിടെ നമ്മൾ എക്സ്റ്റൻസ്, ലിമിറ്റ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ലിമിറ്റ് പ്രകാരമായിരിക്കും പ്രിന്റ് ഔട്ട് വരിക. നമ്മൾ ഇപ്പോൾ വിൻഡോ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്ത് ഇവിടെ വിൻഡോസ് എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്രിന്റിന് നൽകേണ്ട ഏരിയ സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇവിടെ പ്രിന്റർ ഓർ പ്ലോട്ടർ സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പ്രിന്റർ ചൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ഒരു PDF ഫയലായിട്ടാണ് നിങ്ങൾക്ക് പ്ലോട്ട് സെറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ PDF എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ പ്രിവ്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ ഡോക്യുമെന്റ് എങ്ങനെയാണ് പ്രിന്റിന് വരുന്നത് എന്ന് ഇവിടെ കാണാവുന്നതാണ്. ഇനി ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്ലോട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി ഇവിടെ ഏത് ലൊക്കേഷനിലാണ് നിങ്ങളുടെ PDF ഫയൽ സേവ് ചെയ്യേണ്ടത് ആ ലൊക്കേഷൻ ഇവിടെ മെൻഷൻ ചെയ്യുക. നമുക്കിപ്പോൾ ഡെസ്ക്ടോപ്പ് എന്ന് മെൻഷൻ ചെയ്ത് പ്ലോട്ട് 1 എന്ന് മെൻഷൻ ചെയ്ത് സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സേവ് ചെയ്ത PDF ഫയൽ ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നതായി കാണാം. നമുക്കിപ്പോൾ ഇത് ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു പെർട്ടിക്കുലർ പ്രിന്റർ ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ അത് ഇവിടെ ചൂസ് ചെയ്ത് പ്രിന്റ് നൽകാവുന്നതാണ്. HP ലേസർ പ്രിന്റർ, ഇങ്ക്ജെറ്റ് പ്രിന്റർ എന്ന പല പേരുകളിൽ ഇവിടെ പ്രിന്റർ ലിസ്റ്റ് ആവുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് പേപ്പർ സൈസ് ചൂസ് ചെയ്യാം. നമുക്കിപ്പോൾ ഇവിടെ നിന്നും JPEG എന്ന ഓപ്ഷൻ ചൂസ് ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ പബ്ലിഷ് ടു വെബ് JPEG. ഇവിടെ നിന്നും നിങ്ങൾക്ക് പേപ്പർ സൈസ് ചൂസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ PDF ജനറേറ്റ് ചെയ്ത പോലെ തന്നെ ഇവിടെ വിൻഡോ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത ഏരിയ സെലക്ട് ചെയ്യുക. ഇവിടെ പ്രിവ്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡോക്യുമെന്റ് പ്രിന്റ് ഔട്ടിന് വരുന്നത് എങ്ങനെയെന്ന് കാണാം. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്ലോട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഏത് ലൊക്കേഷനിലാണ് നിങ്ങൾക്ക് JPEG ഫയലായി സേവ് ചെയ്യേണ്ടത് അത് ഇവിടെ മെൻഷൻ ചെയ്യാം. ഇവിടെ ഡെസ്ക്ടോപ്പിൽ പ്ലോട്ട് 1 എന്ന പേര് നൽകാം. ഓട്ടോകാഡ് മിനിമൈസ് ചെയ്ത് ഇവിടെ ഈ ഫയലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സേവ് ചെയ്ത ഡോക്യുമെന്റ് കാണാവുന്നതാണ്. അടുത്തതായി പ്രിന്റിന്റെ ഓഫ്സെറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ഈ കാണുന്ന സെക്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഓഫ്സെറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ സെന്റർ ദ പ്ലോട്ട് എന്ന ഓപ്ഷൻ അൺചെക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് X കോർഡിനേറ്റ്, Y കോർഡിനേറ്റ് വാല്യൂസ് മെൻഷൻ ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ഇവിടെ 10 എന്നും Y കോർഡിനേറ്റ് 10 എന്നും നൽകാം. പ്രിവ്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഡോക്യുമെന്റ് കുറച്ച് അകത്തോട്ടായി പ്ലേസ്ഡ് ആയിരിക്കുന്നതായി കാണാം. നിങ്ങൾ ഇവിടെ സെന്റർ ദ പ്ലോട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നിങ്ങളുടെ ഡോക്യുമെന്റ് എക്സാക്റ്റ് ആയി സെൻട്രലി പ്ലേസ്ഡ് ആവുന്നതായിരിക്കും. ഇനി ഇവിടെ ഫിറ്റ് ടു പേപ്പർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഡയഗ്രാം ഓട്ടോമാറ്റിക്കായി സ്കെയിൽ ചെയ്ത് പേപ്പറിൽ പ്രിന്റ് ഔട്ടിന് ഓട്ടോമാറ്റിക്കായി സെറ്റ് ആവുന്നതായിരിക്കും. ഇവിടെ ഈ ഓപ്ഷൻ അൺചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സ്കെയിൽ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ 1:5 യൂണിറ്റ്സ് എന്ന് നൽകിയതിനു ശേഷം ഇവിടെ നമുക്ക് പ്രിവ്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഡ്രോയിങ് 1:5 യൂണിറ്റ്സിൽ സ്കെയിൽ ആയിരിക്കുന്നതായി കാണാം. അടുത്തതായി കസ്റ്റം സ്കെയിൽ യൂണിറ്റായി 1:1 സെലക്ട് ചെയ്ത് പ്രിവ്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ 1:1 റേഷ്യോയിൽ സ്കെയിൽ ആയിരിക്കുന്നതായി കാണാം. ഇവിടെ 1:4 നമുക്ക് സെലക്ട് ചെയ്യാം. പ്രിവ്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ 1:4 ആയി സ്കെയിൽ ആയിരിക്കുന്നതായി കാണാം. ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡ്രോയിങ് ഓറിയന്റേഷൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ പോർട്രേറ്റ് ഓപ്ഷൻ, ലാൻഡ്സ്കേപ്പ് ഓപ്ഷൻ എന്നിവ കാണാവുന്നതാണ്. പ്രിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കാണുന്നത് ലാൻഡ്സ്കേപ്പ് മോഡാണ്. ഇനി നമുക്ക് പോർട്രേറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് നോക്കാം. അതിനുശേഷം പ്രിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതാണ് പോർട്രേറ്റ് മോഡ്.
ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്ത് പ്രിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഡ്രോ ഓറിയന്റേഷന്റെ ഡിഫറൻസ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായി നമുക്ക് പ്ലോട്ട് സ്റ്റൈൽ ടേബിളിനെ പരിചയപ്പെടാം. ഈ ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻ ഉപയോഗിച്ച് ഡോക്യുമെന്റിൽ നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സ്റ്റൈലിനെ പ്രിന്റ് ഔട്ടിന്റെ സമയത്ത് ഓൾട്ടർ ചെയ്ത് മറ്റൊരു സ്റ്റൈലിൽ ഔട്ട്പുട്ട് എടുക്കുവാൻ സഹായിക്കുന്നതാണ്. ഈ ഡോക്യുമെന്റിൽ നോക്കിയാൽ ഈ ഒരു ഭാഗം ഗ്രീൻ കളറിൽ ഡിസ്പ്ലേ ആയിരിക്കുന്നതായി കാണാം. നമ്മളിപ്പോൾ പ്ലോട്ടിൽ നിന്നും ഈ ഒരു പെർട്ടിക്കുലർ ഡിഫോൾട്ട് സെറ്റിംഗ് നൽകിയതിനു ശേഷം ഇവിടെ ഈ പെർട്ടിക്കുലർ വിൻഡോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് പ്രിന്റ് ഔട്ടിന് ആവശ്യമുള്ള പ്ലോട്ട് ഏരിയ സെലക്ട് ചെയ്താൽ ഇവിടെ പ്രിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഇവിടെ പ്രിന്റ് ഔട്ടിൽ ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ ഗ്രീൻ കളറിൽ തന്നെയായിരിക്കും ഡിസ്പ്ലേ ആവുന്നത്. ഇവിടെ പ്ലോട്ട് സ്റ്റൈൽ ടേബിൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഗ്രീൻ കളറിന് പകരം മറ്റൊരു കളറാണ് അസൈൻ ചെയ്യേണ്ടതെങ്കിൽ ഇവിടുത്തെ ഡിഫോൾട്ട് ഓപ്ഷനായി യൂസ് ഒബ്ജക്ട് കളറിന് പകരം ഇവിടെ ഗ്രീൻ കളർ സെലക്ട് ചെയ്ത് മറ്റൊരു കളർ അതായത് ബ്ലാക്ക് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. സേവ് ആൻഡ് ക്ലോസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്താൽ ഗ്രീൻ കളർ ഈ ഡോക്യുമെന്റിൽ പ്രസന്റ് ആണെങ്കിൽ അത് ബ്ലാക്ക് ആയി റീപ്ലേസ് ആവുന്നതായിരിക്കും. ഇനി ബ്ലാക്കിന് പകരം ഇവിടെ ബ്ലൂ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ സേവ് ആൻഡ് ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യപ്രകാരം ഓരോ പ്രോപ്പർട്ടീസും മാറ്റാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് പ്രിന്റിന് സമയത്ത് നൽകേണ്ട ലൈൻ ടൈപ്പ് ഇവിടെ ക്ലിക്ക് ചെയ്ത് ചൂസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റ് പ്രോപ്പർട്ടീസ് നിങ്ങളുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്യാവുന്നതുമാണ്. ഇത്രയുമാണ് ഫോം വ്യൂയിലെ പ്ലോട്ട് സ്റ്റൈൽസിന്റെയും പ്രോപ്പർട്ടീസിന്റെയും യൂസേജ്. ഇനി അടുത്തതായി നമുക്ക് ടേബിൾ വ്യൂ എന്ന ടാബിനെ പരിചയപ്പെടാം. അതിനായി ഇവിടെ ടേബിൾ വ്യൂ എന്ന ടാബിന്മേൽ ക്ലിക്ക് ചെയ്യാം. ഫോം വ്യൂവിൽ കണ്ട അതേ കണ്ടന്റ്സ് ഇവിടെ ടേബിൾ വ്യൂവിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്ന ഡിഫറൻസ് മാത്രമാണ് ഇവിടെ കാണാവുന്നത്. ഇവിടെ ഈ കാണുന്ന പ്ലോട്ട് ഓപ്ഷൻസിൽ നിങ്ങൾക്ക് പ്ലോട്ട് ഇൻ ബാക്ക്ഗ്രൗണ്ട്, പ്ലോട്ട് വിത്ത് പ്ലോട്ട് സ്റ്റൈൽസ് എന്നീ ഓപ്ഷനും കാണാവുന്നതാണ്. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്ലോട്ട് സ്റ്റൈൽസ് പ്രിന്റിൽ വരുന്നതായിരിക്കും. ഇവിടെ നമ്മൾ പ്ലോട്ട് ഓബ്ജക്ട് ലൈൻ വെയ്റ്റ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമ്മൾ ഈ ഡോക്യുമെന്റിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ലൈൻ വെയ്റ്റോട് കൂടിയായിരിക്കും പ്രിന്റ് ഔട്ട് വരിക. ഇവിടെ പ്ലോട്ട് സ്റ്റാമ്പ് ഓൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു സ്റ്റാമ്പ് ഡോക്യുമെന്റിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഡോക്യുമെന്റ് പാത്ത് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഓപ്ഷൻ വേണ്ടെങ്കിൽ ഇവിടെ അൺചെക്ക് ചെയ്യുക. പ്ലോട്ടർ മാനേജർ എന്ന ഓപ്ഷനെ ഇനി പരിചയപ്പെടാം. നിങ്ങൾ ഇവിടെ പ്രിന്റർ ആൻഡ് പ്ലോട്ടർ സെക്ഷനിൽ കാണുന്ന ഈ ഡോട്ട് എക്സ്റ്റൻഷൻ ഫയൽസ് എല്ലാം തന്നെ പ്ലോട്ടർ മാനേജർ ഉപയോഗിച്ച് നിങ്ങൾക്ക് സോർട്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. നമുക്കിപ്പോൾ പ്ലോട്ടർ മാനേജറിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഓരോ ഫോർമാറ്റിന്റെയും ഫയൽസ് ഇവിടെ ഡിസ്പ്ലേ ആയിരിക്കുന്നതായി കാണാം. ഇതിൽ നിങ്ങൾക്ക് ഓരോ ഫയലും അഡ്ജസ്റ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് വ്യൂ ഡീറ്റെയിൽ ഓപ്ഷനെ പരിചയപ്പെടാം. ഈ ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഡോക്യുമെന്റിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്ന പ്ലോട്ട് പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ ഇവിടെ ഡിസ്പ്ലേ ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പ്ലസ് പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽ ഓപ്ഷൻസ് കാണാവുന്നതാണ്. ഡോക്യുമെന്റിൽ വരുത്തിയിരിക്കുന്ന പ്ലോട്ട് ഓപ്ഷൻസ്, പ്ലോട്ട് ചേഞ്ചസ് എല്ലാം ഇവിടെ ഡിസ്പ്ലേ ആവുന്നതായിരിക്കും. അടുത്തതായി നമുക്ക് പേജ് സെറ്റപ്പ് മാനേജർ എന്ന ഓപ്ഷനെ പരിചയപ്പെടാം. നമുക്കിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഓപ്പൺ ആയി വരുന്ന പേജ് സെറ്റപ്പ് മാനേജറിൽ നിങ്ങൾക്ക് ന്യൂ, മോഡിഫൈ, ഇമ്പോർട്ട് എന്നീ ഓപ്ഷൻസ് കാണാവുന്നതാണ്. ഒരു പുതിയ പേജ് സെറ്റപ്പിന് ന്യൂ എന്നും മോഡിഫൈ ചെയ്യുന്നതിന് മോഡിഫൈ എന്ന ഓപ്ഷനും ഓൾറെഡി ചെയ്തിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ പേജിനെ ഇമ്പോർട്ട് ചെയ്യുന്നതിന് ഇമ്പോർട്ട് എന്ന ഓപ്ഷനും ഉപയോഗിക്കാം. നമുക്കിപ്പോൾ ന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു പുതിയ പേജ് സെറ്റപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് പ്ലോട്ട് 1 എന്ന് നൽകാം. അതിനുശേഷം മോഡൽ ചൂസ് ചെയ്ത് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് പ്രിന്ററിന്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകാവുന്നതാണ്. അതല്ലെങ്കിൽ ഏത് ഫോർമാറ്റിലാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് ആ ഫോർമാറ്റ് ഇവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ഇവിടെ നിന്നും PDF എന്ന ഫോർമാറ്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ പേപ്പർ സൈസ് നമുക്ക് ചൂസ് ചെയ്യാം. ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ ലിസ്റ്റിൽ നിന്നും ISO A4 എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം പ്ലോട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് വിൻഡോ എന്ന് തന്നെ ചൂസ് ചെയ്ത് ഇവിടെ നമുക്ക് ഡ്രോയിങ് ഓറിയന്റേഷൻ, പ്ലോട്ട് ഓപ്ഷൻസ്, പ്ലോട്ട് സ്റ്റൈൽ എന്നിവ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നൽകാവുന്നതാണ്. നമുക്കിപ്പോൾ ACAD നമുക്ക് ചൂസ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഫോം വ്യൂവിൽ നമുക്ക് വരുത്താവുന്ന അഡ്ജസ്റ്റ്മെന്റ് എല്ലാം നൽകി സേവ് ആൻഡ് ക്ലോസിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ മോഡലിന് താഴെയായി പ്ലോട്ട് 1 എന്ന ഓപ്ഷൻ കാണാവുന്നതാണ്. ഇനി നമ്മൾ ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ കാണുന്ന ഡോക്യുമെന്റിന്റെ പ്രിന്റ് ഔട്ട് എടുക്കണമെങ്കിൽ ഇവിടെ പ്ലോട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ പേജ് സെറ്റപ്പ് എന്ന ഈ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്ലോട്ട് 1 എന്ന പേരിൽ നമ്മൾ ഇപ്പോൾ ഇൻസേർട്ട് ചെയ്ത പുതിയ പേജ് സെറ്റപ്പ് കാണാവുന്നതാണ്. ഇവിടെ നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്ന എല്ലാ വാല്യൂസുമായിരിക്കും പ്ലോട്ട് 1ന് കാണാവുന്നത്. ഇവിടെ വിൻഡോ സെലക്ട് ചെയ്ത് ഒരു പെർട്ടിക്കുലർ ഏരിയ സെലക്ട് ചെയ്ത് ഇവിടെ പ്രിവ്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്ന ഏരിയ മാത്രം പ്രിന്റ് ഔട്ട് നൽകുന്നതായിരിക്കും. അടുത്തതായി നമുക്ക് എക്സ്പോർട്ട് ടു DWF അല്ലെങ്കിൽ PDF എന്ന ഓപ്ഷൻ പരിചയപ്പെടാം. ഇവിടെ നിങ്ങൾക്ക് ഒരു ഡോക്യുമെന്റ് PDF ഫയലായി എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ PDF എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പെർട്ടിക്കുലർ ഫയൽ നെയിം നൽകാവുന്നതാണ്. നമുക്കിപ്പോൾ ഇവിടെ പ്ലോട്ട് 2 എന്ന് നൽകി സേവ് ബട്ടണിൽ പ്രസ് ചെയ്യാം. ഇവിടെ നമുക്ക് കോറൽ ഡ്രോ മിനിമൈസ് ചെയ്ത് ഡെസ്ക്ടോപ്പിൽ ഫയൽ കാണാവുന്നതാണ്. ഇവിടെ എക്സ്പോർട്ട് എന്ന ഓപ്ഷനിൽ ഡിസ്പ്ലേ എന്ന് മാത്രം ഇവിടെ കാണാവുന്നതാണ്.
ഡിസ്പ്ലേ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാൽ നമ്മൾ ഇവിടെ കാണുന്ന ഒരു പെർട്ടിക്കുലർ ഏരിയ മാത്രമായിരിക്കും പ്രിന്റ് ഔട്ട് ആയി വരിക. നമുക്ക് ഇപ്പോൾ ഡിസ്പ്ലേന് പകരം വിൻഡോ എന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ സെലക്ട് ആയിരിക്കുന്ന വിൻഡോ മാത്രമായിരിക്കും പ്രിന്റ് ഔട്ട് ആവുക. ഇനി നിങ്ങൾക്ക് ഒരു പുതിയ വിൻഡോ അസൈൻ ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഏരിയ ചൂസ് ചെയ്യുക. അതിനുശേഷം ഡിസ്പ്ലേ എന്ന പ്രിവ്യൂ സെലക്ട് ചെയ്യുക. ഇപ്പോൾ പ്രിന്റിന് വരുന്ന ഏരിയ നമുക്ക് കാണാവുന്നതാണ്. നമ്മൾ കറന്റ് ആയി സെലക്ട് ചെയ്തിരിക്കുന്ന പേജ് സെറ്റപ്പ് ആയിരിക്കും ഇവിടെ കറന്റ് എന്ന് പറഞ്ഞ് ലിസ്റ്റഡ് ആയിരിക്കുന്നത്. ഇവിടെ പ്ലോട്ട് പ്രിവ്യൂ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പ്രിന്റിന് മുൻപ് ഒരു പ്രിന്റ് പ്രിവ്യൂ അല്ലെങ്കിൽ പ്ലോട്ട് പ്രിവ്യൂ കാണാവുന്നതാണ്. ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എക്സ്പോർട്ട് ടു DWF ഓർ PDF ഓപ്ഷൻസിന്റെ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആവുന്നതായിരിക്കും. അടുത്തതായി നമുക്ക് മറ്റൊരു ഫയൽ ഫോർമാറ്റിൽ ഡോക്യുമെന്റ് സേവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമുക്കിപ്പോൾ DWF ഫയൽ ഫോർമാറ്റായി സേവ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫയൽ നെയിം നൽകി സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. DWF എന്ന ഫയൽ ഫോർമാറ്റ് ഉപയോഗിച്ച് AutoCAD ഇൻസ്റ്റാൾ ചെയ്യാത്ത സിസ്റ്റത്തിനകത്ത് ഫയൽ ഓപ്പൺ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇത്രയുമാണ് പ്ലോട്ട് ആൻഡ് എക്സ്പോർട്ട് ഓപ്ഷൻസ്. കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ഡിവിഡികൾ ലഭിക്കുന്നതിനായി നിങ്ങളുടെ അഡ്രസ് 9847700955 വാട്സ്ആപ്പ് ചെയ്യുക. കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.